ഇ.പി. ജയരാജന്റെ മാറ്റത്തിന് പശ്ചാത്തലം ഒരുക്കിയൊരു രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കഴിഞ്ഞ ഒരു ദശകക്കാലമായിട്ട് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന CPM-ഉം BJP-യും അവർ ആശയപരമായി അജഗജാന്തരം വ്യത്യാസമുണ്ടെങ്കിലും അവർ ഒരു സമാന ലക്ഷ്യത്തിന് മുന്നിൽ ഐക്യരൂപത്തോടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം. BJP-യും CPM-ഉം തമ്മിലൊരു ക്രോസ് വോട്ടിംഗ് നടക്കണമെങ്കിൽ അവരുടെ പ്രവർത്തകർക്കിടയിലുള്ള അകൽച്ച അവസാനിപ്പിക്കണം, അക്രമം അറുതി വരുത്തണം, അക്രമത്തിന് ഒരു തീർപ്പുണ്ടാക്കണം എന്നൊരു ലക്ഷ്യവുമായിട്ട് അവർ 2016 ഇവരെ അധികാരത്തിലേറിയ അതേ വർഷത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ഈ ഗോപാലൻകുട്ടി മാഷും വത്സൻ തില്ലങ്കേരിയും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനൊക്കെ യോഗാചാര്യൻ എമ്മിൻ്റെ സാന്നിധ്യത്തിൽ ഒത്തുകൂടിയിരുന്നു. അതിനുശേഷം ഇന്നേ വരെ കേരളത്തിൽ BJP-യും CPM-ഉം തമ്മിൽ പ്രകടമായ ഒരു അക്രമം ഉണ്ടായിട്ടില്ല, രാഷ്ട്രീയ കൊലപാതകമുണ്ടായിട്ടില്ല. അണികൾക്ക് തമ്മിൽ ചേർന്നു പോകാനുള്ള ഒരു സാഹചര്യം അന്ന് തൊട്ട് ഇവർ ബോധപൂർവം ഉരുത്തിരിച്ചെടുത്തു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അതുപോലെ തന്നെ 2016 ഈ ബാന്ധവത്തിനൊരു ആശയതലം പകരുന്നതിന് ആനുപാതികമായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കുഞ്ഞുമാണിയും കുഞ്ഞുഞ്ഞും കുഞ്ഞാലിക്കുട്ടിയും അധികാരത്തിലേറുമെന്നായിരുന്നു. അങ്ങനെ LDF അധികാരത്തിൽ വന്നു. 2021 അടുത്തപ്പോൾ അവർ എമ്മിന് തിരുവനന്തപുരത്ത് 10 ഏക്കർ പിന്നെ എത്ര ഏക്കറെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, നിശ്ചിത ഭൂമി ലീസിന് കൊടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് 2021 ആയപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ചെറിയ മാറ്റം വരുത്തി. മോദി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു ഇസ്ലാമോഫോബിയ ഉണ്ടായപ്പോൾ അത് കേരളത്തിലും സ്വാധീനിച്ചേക്കാം എന്ന് കരുതിയിട്ട് കുഞ്ഞുമാണിയും കുഞ്ഞുഞ്ഞിനെയൊക്കെ ഒഴിവാക്കി കുഞ്ഞാലിക്കുട്ടിയും അമീറും ഹസ്സനും എന്നാക്കി അദ്ദേഹം ആ പ്രസ്താവന പരിഷ്കരിച്ചു. വീണ്ടും ഇവിടെ LDF അധികാരത്തിൽ വന്നു. BJP-യെ സംബന്ധിച്ചിടത്തോളം അവരിതിലൂടെ ലക്ഷ്യം വെക്കുന്ന രാഷ്ട്രീയം നിരന്തരമായിട്ട് തോൽക്കുന്ന UDF അതുവഴി ശിഥിലമാകുമെന്നും തങ്ങൾക്കൊരു രാഷ്ട്രീയ പരീക്ഷണം നടത്താനുള്ളൊരു തലം കേരളത്തിൽ രൂപപ്പെടുമെന്നാണ് BJP-യുടെ പ്രതീക്ഷ. BJP നേതാക്കളുമായി ഒരു ചായ കുടിച്ച ബന്ധമുള്ള നേതാക്കളെ അവരെത്ര ഉന്നതരെങ്കിലും ഞങ്ങൾ മാറ്റിയിട്ടുണ്ടെന്ന് പറയാൻ CPM-ന് കഴിയില്ലേ? ഐ വിൽ ഗോ വിത്ത് BJP എന്നോ RSS ശാഖയ്ക്ക് അന്ന് ഞങ്ങൾ സംരക്ഷണം നൽകിയിട്ടുണ്ടെന്നോ ഒക്കെ പറഞ്ഞാൽ കോൺഗ്രസിൽ പ്രശ്നമില്ല. പക്ഷേ BJP നേതാവിന്റെ കൂടെ ഒരു ചായ കുടിച്ചാൽ CPM നേതാവിനെ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന സന്ദേശം അവർക്ക് നൽകാൻ പറ്റിയില്ലേ? അല്ല, ഇവിടെ അഭിലാഷ് പറഞ്ഞതിനൊക്കെ ഞാൻ മറുപടി പറയാം. ഞാനിതൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാനിവിടെ പറഞ്ഞത് 2021 അവർ അധികാരത്തിലേറി. BJP-യെ സംബന്ധിച്ച് തുടർച്ചയായി തോൽക്കുന്ന UDF സ്വാഭാവികമായിട്ട് ശിഥിലമാവുമെന്ന് അവർ കരുതും. CPM-ന് പിണറായി വിജയന് തുടർഭരണങ്ങളും ലഭിക്കും. ഇതാണ് ഇവർ തമ്മിൽ ഐക്യപ്പെടുന്ന ഒരു തലം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് നടന്ന ഈ ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ടുണ്ടായ ഇപ്പോൾ പറയപ്പെടുന്ന എല്ലാ വിവാദങ്ങളും. രണ്ടാം പിണറായി ഭരണത്തിൽ സ്വാഭാവികമായിട്ട് BJP കേന്ദ്ര ഭരണത്തിൻ്റെ ചില പകപോക്കൽ സമീപനങ്ങൾ പിണറായി വിജയൻ്റെ ദൗർബല്യങ്ങൾക്ക് നേരെ ഉണ്ടായപ്പോൾ അവിടെയൊക്കെ ഒരു മധ്യസ്ഥൻ്റെ റോള് വഹിച്ച ഒരുപാട് ആളുകളുണ്ട്. അതിലൊരാളാണ് ഇ.പി. ജയരാജൻ. നിങ്ങൾ ഓർത്തു നോക്കുക അഭിലാഷേ, ഈ ജാവ്ദേക്കർ എന്നൊരു നേതാവ് UDF കൺവീനറുടെ വീട്ടിലാണ് വന്ന് സംസാരിച്ച് ചായ കുടിച്ച് പിരിഞ്ഞതെങ്കിൽ ഈ കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ പുകിലുണ്ടാവും? ഈ പറഞ്ഞ ഇ.പി. ജയരാജൻ ഗോവിന്ദൻ്റെ ജാഥ നടക്കുമ്പോൾ തൃശ്ശൂർ വരെ അതിൽ പങ്കെടുക്കാതെ എറണാകുളത്ത് വിവാദ ദല്ലാളിൻ്റെ അമ്മയുടെ പിറന്നാളിൽ പങ്കെടുത്താണ്. ആ ദല്ലാളിൻ്റെ കൂടെയാണല്ലോ ജാവ്ദേക്കറേയും കണ്ടത്. ഇന്ന് നടക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നിങ്ങൾ നോക്കുക. തൃശ്ശൂരിൽ പൂരം ബോധപൂർവം കലക്കി സുരേഷ് ഗോപിക്ക് നായകനായി അവതരിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത് പിണറായി വിജയൻ്റെ പോലീസാണ് എന്നാണ് അവരുടെ MLA തന്നെ വെളിപ്പെടുത്തിയത്. ഇതൊക്കെ വെറുതെ നടക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പോലീസിന് തോന്നിയ മാതിരിയൊക്കെ ഇതൊക്കെ ചെയ്യാനുള്ള ധൈര്യമുണ്ടാകും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അനുമതിയില്ലാതെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് നടക്കുന്നൊരു ബാന്ധവമുണ്ട്. ഇടക്കാലത്ത് ജയരാജൻ അതിൽ പങ്കുവഹിച്ചു. പക്ഷേ ജയരാജനെ സംബന്ധിച്ചിടത്തോളം അത് കൈയടക്കത്തോടുകൂടി നിർവഹിക്കാൻ കഴിയാത്തതിനാൽ അദ്ദേഹം അനാവൃതനായി. അദ്ദേഹത്തിൻ്റെ വൈദേഹം റിസോർട്ടിൽ നിന്ന് നിരാമയ റിട്രീറ്റ് എന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാപനവുമായിട്ട് പങ്കാളിത്തത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ജയരാജന് ഈ കളവൊക്കെ മൂടിവെച്ച് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തെ മെല്ലെ എടുത്ത് മാറ്റിവെക്കുന്നു എന്നതിനപ്പുറത്ത് ഇതിൽ യാതൊരു രാഷ്ട്രീയവുമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം, ഇവിടെ കെ സുധാകരൻ അങ്ങനെ പറഞ്ഞത് അദ്ദേഹം സംഘടനാ കോൺഗ്രസ് ആയ കാലത്താണ്. സംഘടനാ കോൺഗ്രസും CPM-ഉം ഈ പറഞ്ഞ ജനതാ പാർട്ടിയും ജനസംഘവും ഒക്കെ ഒരുമിച്ച് പോയിരുന്ന കാലം ഉണ്ടായിരുന്നു. ആ കാലത്തെ കഥകളെ നിങ്ങൾ ഇന്നുമായിട്ട് കൂട്ടി വായിക്കേണ്ട കാര്യമില്ല.